സർഫസ് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ വരുന്നു. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് കാറ്റലൈസിസ്. വാട്ട് ഈസ് കാറ്റലൈസിസ്? എ കാറ്റലിസ്റ്റ് ആർ സബ്സ്റ്റൻസ് which do not taking part in the chemical reaction even though they alter the rate of chemical reaction. The mechanism of catalyst on a chemical reaction studied under catalysis. കാറ്റലിസ്റ്റ് എന്താണെന്നുള്ള കാര്യം ഇവിടെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് യാതൊരു വിധത്തിലുള്ള ചേഞ്ചും അവർക്ക് സംഭവിക്കില്ല. ഇനി ഒപ്പം തന്നെ നമ്മൾ കണ്ടെത്തുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രൊമോട്ടേഴ്സ് ആൻഡ് പോയ്സൺ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ ഹാബർ പ്രോസസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. നൈട്രജനും ഹൈഡ്രജനും ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ റിയാക്ട് ചെയ്ത് NH3 ഉണ്ടാകുന്നു. ഈ റിയാക്ഷനിൽ നമ്മൾ സാധാരണഗതിയിൽ അയണിനെയാണ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഒപ്പം മോളിബ്ഡിനം കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ മോളിബ്ഡിനം എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു പ്രൊമോട്ടറായിട്ട് ആക്ട് ചെയ്ത് അയൺ കാറ്റലിസ്റ്റിന്റെ പവറിനെ അത് വർദ്ധിപ്പിക്കും. രണ്ട് തരത്തിലെ കാറ്റലൈസിസ് ഉണ്ട്. ഒന്ന് ഹോമോജീനിയസ്, മറ്റൊന്ന് ഹെറ്ററോജീനിയസ്. In homogeneous catalysis, the reactant and the catalyst are in same physical state. നല്ലൊരു എക്സാമ്പിൾ നമ്മൾ പറയാന്നുണ്ടെങ്കിൽ സൾഫർ ഡയോക്സൈഡിനെ സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷനിലെ നൈട്രിക് ഓക്സൈഡ് NO എന്തായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്? കാറ്റലിസ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ റിയാക്റ്റന്റ് സൾഫർ ഓക്സിജൻ മറ്റൊരു ഗ്യാസാണ്. എന്ന കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യപ്പെടുന്ന സൾഫർ ഡയോക്സൈഡിനെ ഓക്സിഡൈസ് ചെയ്ത് സൾഫർ ട്രയോക്സൈഡ് ആക്കി മാറ്റുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന NO ഓൾസോ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ റിയാക്റ്റന്റ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്, NOയും ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. ഇത്തരം കാറ്റലൈസിസിനെ നമ്മൾ പേര് വിളിക്കുന്നു ഹോമോജീനിയസ് കാറ്റലൈസിസ്. ഇനി ലിക്വിഡ് സ്റ്റേറ്റിന് നല്ലൊരു എക്സാമ്പിൾ പറയാം. എസ്റ്റർ ഹൈഡ്രോളിസിസ്. ഒരു എസ്റ്ററിനെ HCl ഉപയോഗിച്ച് നിങ്ങൾ ഹൈഡ്രോളിസിന് വിധേയമാക്കുമ്പോൾ എസ്റ്റർ ലിക്വിഡ് സ്റ്റേറ്റിലാണ്, HClഉം ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഇത് ഹോമോജീനിയസ് കാറ്റലൈസിസിന് നല്ല എക്സാമ്പിളാണ്. എന്നാൽ ഹെറ്ററോജീനിയസ് കാറ്റാലിസിസിന് ധാരാളം എക്സാമ്പിൾ ഉണ്ട്. ഹാബർ പ്രോസസ്സ്. നേരത്തെ അതേ റിയാക്ഷൻ പ്ലാറ്റിൻ ഉപയോഗിച്ച് ചെയ്യാം. അതായത് സൾഫർ ട്രയോക്സൈഡിനെ ഉണ്ടാക്കുന്ന റിയാക്ഷൻ പ്ലാറ്റിൻ ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഹെറ്ററോജീനിയസ് കാറ്റാലിസിസിന് നല്ല എക്സാമ്പിളാണ്. അടുത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നൈട്രജനും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്ത് NH3 ഉണ്ടാകുന്ന സമയത്ത് ഹേബർ പ്രോസസ്സിലെ സ്പോഞ്ചി അയൺ ഉപയോഗിക്കുന്ന റിയാക്ഷൻ ഹെറ്ററോജീനിയസ് കാറ്റലൈസിസിന് എക്സാമ്പിളാണ്. ഇനി അഡ്സോർഷൻ തിയറി ഓഫ് കാറ്റലൈസിസ് ആണ് ഇനി നമുക്ക് കാണേണ്ടത്. ഈ അഡ്സോർഷൻ തിയറിയിലെ 5 സ്റ്റെപ്പുകളാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. ഈ 5 സ്റ്റെപ്പ് നമുക്കൊന്ന് കാണാം. ദ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇപ്പം ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അവർ പറയുന്നത് ഇവിടെ റിയാക്ഷൻ നമുക്കിവിടെ എഴുതാം. A വളരെ സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷനാണ് നമ്മൾ എഴുതുന്നത്. A gives B. പലപ്പോഴും നമ്മൾ എഴുതി തഴമ്പിച്ച ഒരു റിയാക്ഷനാണ് A gives B. A എന്ന് പറയുന്നത് റിയാക്റ്റന്റ്, B എന്ന് പറയുന്നത് പ്രോഡക്റ്റ്. അപ്പോൾ ഇവന്റെ ഒന്നാമത്തെ ഈ മെക്കാനിസം അനുസരിച്ച് ഒന്നാമത്തെ സ്റ്റെപ്പിൽ അവർ പറയുന്നത് C എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ. നമുക്കത് ഇവിടെ തന്നെ എഴുതാം. C കാറ്റലിസ്റ്റ് ആണ്. റിയാക്ഷനിൽ ഡു നോട്ട് ടേക്കിംഗ് പാർട്ട് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ ബട്ട് ഇറ്റ് alter the rate of chemical reaction, that is A to B. A to B എന്ന് ആകുന്ന റിയാക്ഷനെ ഇവൻ ഓൾട്ടർ ചെയ്യുന്നുണ്ട്. ശരി, ഈ സീനെ ഇവിടെ കാണിക്കുന്നു. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിൽ അവർ പറയുന്നത് റിയാക്റ്റൻ്റ് ആകുന്ന A ആരുടെ അടുത്തേക്ക് വരാനായിട്ട് ആരംഭിക്കും? സിയുടെ അടുത്തേക്ക് വരാനായി ആരംഭിക്കുന്നു. ഡിഫ്യൂഷൻ ഓഫ് റിയാക്റ്റൻ്റ് ടുവേർഡ്സ് കാറ്റലിസ്റ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇവരിവിടെ അടുത്തെത്തി. പിന്നെ എന്ത് ചെയ്യണു? രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ കാറ്റലിസ്റ്റ് കാറ്റലിസ്റ്റിന്റെ മുകളിൽ ആര് വന്ന് കയറും? ഈ A എന്ന് പറയുന്ന റിയാക്റ്റന്റ് വന്ന് കയറും. നമുക്കറിയാം ഒരു അഡ്സോർഷൻ നടന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് സംഭവിക്കും? അവിടെ എനർജി ഉണ്ടാവും. അഡ്സോർഷന്റെ സമയത്ത് ΔH മസ്റ്റ് ബി നെഗറ്റീവ്. ആ എനർജി എന്തിനു കൊടുക്കും?
എ ബി ആയി മാറാനുള്ള ആക്ടിവേഷൻ എനർജി ആയിട്ട് അവർ കൈകാര്യം ചെയ്യും. അപ്പോൾ ഒരുപാട് എമൗണ്ട് ഓഫ് എനർജി ഈ റിയാക്ഷൻ വഴിയായി, ഈ അഡ്സോർഷൻ വഴിയായി എക്ക് കിട്ടും. എ എന്തായിട്ട് മാറും? എ പ്രോഡക്റ്റ് ആയിട്ട് മാറും, അതായത് ബി ആയിട്ട് മാറും. അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പിൽ എ ചേഞ്ചസ് ടു ബി, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരുന്ന കാര്യമുള്ളത്. അപ്പോൾ ഇപ്പോൾ സിയുടെ മുകളിലിരിക്കുന്ന എ എന്ന് പറയുന്ന ആളിപ്പോൾ എന്തായിട്ട് മാറി? അതായത് സി ആരായിട്ട് മാറി? അവൻ ബി ആയിട്ട് മാറി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിഫ്യൂഷൻ ഓഫ് റിയാക്റ്റന്റ് ടുവേർഡ്സ് കാറ്റലിസ്റ്റ്. സെക്കൻഡ് സ്റ്റെപ്പ് അഡിസോർഷൻ ഓഫ് റിയാക്റ്റന്റ് ഓൺ കാറ്റലിസ്റ്റ്. തേർഡ് സ്റ്റെപ്പ് റിയാക്ഷൻ എ ടു ബി, റിയാക്ഷൻ നടന്നു, എ ബി ആയി. നാലാമത്തെ സ്റ്റെപ്പ് വരുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ അവൻ അവിടെ നിന്ന് ഡിസോർഷൻ സംഭവിക്കുന്നു. ബി ഇവിടെ നിന്ന് പറയപ്പെട്ടു. ഇനി അവൻ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല, അവൻ അവിടെ വന്നിരുന്നു, റിയാക്ഷനിൽ പങ്കെടുത്തു, ഇവിടെ ഡിസോർഷൻ സംഭവിച്ചു. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ വരുന്നത് ഈ സിയുടെ ഭാഗത്ത് നിന്ന് അവൻ ധാരാളം അകലേക്ക് മാറും. ഇതാണ് സി. സി ഇവിടെ ഇരുന്നു, ഈ പറയുന്ന ആള് ദൂരേക്ക് പോയി. ആര് ദൂരേക്ക് പോയി? ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല, ബി ദൂരേക്ക് പോയി. ഇതാണ് 5 സ്റ്റെപ്പ് അവിടെയുള്ളത്. ഒന്ന്, ഡിഫ്യൂഷൻ ഓഫ് റിയാക്റ്റന്റ് ടുവേർഡ്സ് കാറ്റലിസ്റ്റ്, adsorption of reactant on catalyst, reaction, dissorption of product from catalyst, diffusion of product from catalyst. ഇനി അത് ബൈ വേർഡ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് ഡിഫ്യൂഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് അഡിസോർഷൻ, തേർഡ് സ്റ്റെപ്പ് കെമിക്കൽ റിയാക്ഷൻ നടക്കണം, ഫോർത്ത് സ്റ്റെപ്പ് ഡിസോർഷൻ ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പ് ഡിഫ്യൂഷൻ. ഇനി കാറ്റലിസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് ആക്ടിവിറ്റി. ഹൗ മച്ച് ടൈം ദ കാറ്റലിസ്റ്റ് ക്യാൻ ഓൾട്ടർ ദ കെമിക്കൽ റിയാക്ഷൻ. എന്തുമാത്രം അവർ സ്ട്രോങ്ലി അതിൽ ഇൻവോൾവ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ പേര് വിളിക്കുന്നത് ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ്. രണ്ടാമത്തെ കാര്യമുള്ളത് സെലക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ്. എന്താണ് സെലക്ടിവിറ്റി? എ കാറ്റലിസ്റ്റ് ഡയറക്റ്റ് ദ റിയാക്ഷൻ ടുവേർഡ്സ് എ പ്രോഡക്റ്റ്. ഇവിടെ നല്ലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനും നിക്കലിന്റെ പ്രസൻസിലാണ് എന്നുണ്ടെങ്കിൽ റിയാക്ഷൻ നടന്ന് മീഥൈനായിരിക്കും ഉണ്ടാകുക. എന്നാൽ ഇതാണ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ കിട്ടുന്നത് മെത്തനോളാണ്. എന്നാൽ കോപ്പറാണ് കാറ്റലിസ്റ്റ് എന്നുണ്ടെങ്കിൽ ലഭിക്കുന്നത് ഫോർമാൽഡിഹൈഡാണ്. കാറ്റലിസ്റ്റ് റിയാക്ഷനെ സെലക്ട് ചെയ്യപ്പെടുന്നു. ഇനി ഷേപ്പ് കൊണ്ട്, കാറ്റലിസ്റ്റിന്റെ ഷേപ്പ് കൊണ്ട് റിയാക്ഷനെ സ്വാധീനിക്കുന്ന പല ആൾക്കാരുണ്ട്. ഇവരെ നമ്മൾ പേര് വിളിക്കുന്നു ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. സിയലൈറ്റ് ആണ് അവരിൽ പ്രധാനപ്പെട്ട ആൾക്കാരുള്ളത്. സിയലൈറ്റിന്റെ പ്രത്യേകത അലുമിനോ സിലിക്കേറ്റുകളാണ് സിയലൈറ്റ്. ഇവർക്ക് മൈക്രോ പോറസ് ഉണ്ട്. ഈ പോറസ് ഉപയോഗിച്ച് അവർ ചില റിയാക്റ്റന്റുകളെ ചില പ്രോഡക്റ്റുകളാക്കി മാറ്റാൻ ശ്രദ്ധിക്കുന്നു. പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന നല്ലൊരു സിയലൈറ്റ് ആണ് ZSM5. അവനൊരു പ്രത്യേക റിയാക്ഷനെ മാത്രമേ സ്വാധീനിക്കുന്നുള്ളൂ. അടുത്ത വലിയൊരു ഭാഗം വരുന്നത് എൻസൈം കാറ്റലിസ്റ്റ് ആണ്. എന്താണ് എൻസൈം? എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. എന്തുകൊണ്ടാണ് അവരെ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ എൻസൈംസ് ആർ നൈട്രോജീനിയസ് ഓർഗാനിക് കോമ്പൗണ്ട് പ്രസന്റ് ഇൻ പ്ലാന്റ് as well as animal body, and it alter the rate of chemical reactions of many body reactions, many biochemical reactions. Therefore we call it as enzymes, a biological catalyst. നമുക്ക് നല്ല ഒരു എക്സാമ്പിൾ പറയാം. സൈമേസ് എന്ന് പറയുന്ന എൻസൈം. നമ്മുടെ വായിൽ ധാരാളം സമയം നമ്മൾ സ്റ്റാർച്ച് ഇട്ടിട്ട് നമ്മൾ ചവച്ചു കഴിഞ്ഞാൽ മധുരം തോന്നും. എന്താണ് അതിൻ്റെ കാരണം? വായിൽ വെക്കുമ്പോൾ നമുക്ക് മധുരം ഉണ്ടാവില്ല. അതിൻ്റെ കാരണം വായിൽ വെക്കുന്ന സമയത്ത് സ്റ്റാർച്ചാണ്. സൈമേസ് ധാരാളമായി കലർന്നിട്ട് ആ സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസും ഫ്രക്ടോസുമാക്കി മാറ്റും. ഇതാണ് നമുക്ക് എന്ത് തോന്നിയത്? മധുരം തോന്നിയത്. ഇനി കെയിൻ ഷുഗറിൻ്റെ ഇൻവേർഷന്, കെയിൻ ഷുഗർ നമുക്കറിയാം. കെയിൻ ഷുഗർ എന്തായിട്ടൊക്കെ മാറും? കെയിൻ ഷുഗർ ഗ്ലൂക്കോസും ഫ്രക്ടോസുമായിട്ട് മാറും.
നമ്മൾ നേരത്തെ പറഞ്ഞത് സൈമേസ് സ്റ്റാർച്ചിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഇവിടെ തെറ്റിപ്പോയിട്ടുണ്ട്. അതായത് ഇവിടെ കെയിൻ ഷുഗറിനെ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് നമുക്ക് കിട്ടും? ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞ് അവൻ ആരായി മാറി? ഇവൻ ഗ്ലൂക്കോസും ഫ്രക്ടോസുമായി മാറി. സ്ട്രക്ചർ വ്യത്യാസമുണ്ട് കേട്ടോ. മോളിക്കുലർ ഫോർമുല സെയിം ആയാലും സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. അപ്പം ഈ റിയാക്ഷനെ മാത്രമേ ഇവൻ കാറ്റലൈസ് ചെയ്യുള്ളൂ. ഇനി സൈമേസിൻ്റെ കാര്യം ഇവിടെ പറയണം. അതായത് സ്റ്റാർച്ചിനെ ഗ്ലൂക്കോസാക്കി ഗ്ലൂക്കോസിനെ ഈഥൈൽ ആൽക്കഹോളാക്കി മാറ്റുന്ന എൻസൈമാണ് സൈമേസ്. അപ്പം സൈമേസും ഇൻവെർട്ടൈസും നമുക്ക് നല്ല എക്സാമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്തൊക്കെയാണ് എൻസൈംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ? ഒന്ന്, ദേ ആർ ഹൈലി എഫിഷ്യൻറ്റ്. രണ്ട്, ഹൈലി സ്പെസിഫിക്. ഇൻവെർട്ടൈസ് ഒരിക്കലും മറ്റൊരു കെമിക്കൽ റിയാക്ഷനെ അല്ലെങ്കിൽ ബയോകെമിക്കൽ റിയാക്ഷനെ സ്വാധീനിക്കാനായിട്ട് പോവില്ല. സൈമേസ് ഒരിക്കലും വേറൊരു റിയാക്ഷനെ സ്വാധീനിക്കാനായിട്ട് പോവില്ല. അവരൊക്കെ പറഞ്ഞ പണി മാത്രമേ ഇവർ ചെയ്യുള്ളൂ. ദേ ആർ ഹൈലി സ്പെസിഫിക്. ഹൈലി ആക്റ്റീവ് അറ്റ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഒരു ബോഡി ടെമ്പറേച്ചറിൽ മാത്രമാണ് ഇവർ ആക്ട് ചെയ്യപ്പെടുക. ഫ്രീസ് ചെയ്താലോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടിയാലോ അവരുടെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടും. pH മാറിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഏതെങ്കിലും സ്നേക്ക് ബൈറ്റോ ആനിമൽ ബൈറ്റോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വാഷ് ചെയ്യാൻ പറയുന്നത് സോപ്പ് ഉപയോഗിച്ചിട്ടാണ്. pH ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അവയുടെ ഈ അനിമൽ സലൈവ കൊണ്ടുണ്ടാകുന്ന എൻസൈമാറ്റിക് റിയാക്ഷൻസ് എല്ലാം ബ്ലോക്ക് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ ഈ അനിമൽ ബൈറ്റ് കൊണ്ടുണ്ടാകുന്ന ചില വിഷങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറാൻ സാധ്യതയുള്ളതെല്ലാം റിമൂവ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്ത കാര്യമുള്ളത്, ചില ആക്ടിവേറ്റേഴ്സിൻ്റെയോ കോ എൻസൈംസിൻ്റെയോ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ ഈ എൻസൈംസ് ഹൈലി ആക്റ്റീവ് ആക്കപ്പെടും. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എൻസൈം റിയാക്ഷൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള കാര്യമുള്ളത്, ദേ ആർ ഹൈലി എഫിഷ്യൻറ്റ്, ദേ ആർ ഹൈലി സ്പെസിഫിക്. അതായത് ആക്ടിവിറ്റി സെലക്ടിവിറ്റി പോലെ നമുക്ക് ഇവിടെ പറയാനുള്ളത് സ്പെസിഫിക് ആണ്, ഹൈലി എഫിഷ്യൻ്റ് ആണ്. അടുത്ത പരിപാടിയുള്ളത് ടെമ്പറേച്ചർ ആൻഡ് pH ഡിപ്പെൻഡിങ് ആണ്. ആക്ടിവേറ്റേഴ്സ് അഥവാ അല്ലെങ്കിൽ കോ എൻസൈംസിൻ്റെ പ്രസൻസിൽ അവരുടെ ആക്ടിവിറ്റി കൂടാറുണ്ട്. ഇനി ചില ഇൻഹിബിറ്റേഴ്സോ പോയ്സൺസോ ഇത്തരം എൻസൈം റിയാക്ഷൻസിൻ്റെ റേറ്റ് കുറയ്ക്കാറുമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവയുടെ പ്രധാനപ്പെട്ട മെക്കാനിസമായിട്ട് നമ്മൾ കണ്ടെത്തുന്നത്. ഇനി ഇവരുടെ മെക്കാനിസം ഓഫ് റിയാക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ചില ഒരു മെത്തേഡ് പറയുന്നത് ലോക്ക് ആൻഡ് കീ അറേഞ്ച്മെൻ്റ് ആണ്. അതായത് ഒരു എൻസൈം ഒരു റിയാക്ഷനെ മാത്രമേ സ്വാധീനിക്കുള്ളൂ. എന്നിട്ട് അവർ പറയുന്ന കാര്യം ഏറ്റവും ആദ്യം എൻസൈമും റിയാക്റ്റൻറ്റും കൂടി കൂടിച്ചേരും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ എൻസൈമിനെ, ഇവിടെ എൻസൈമായിട്ട് വരുന്നത് ഈ പറയുന്ന ആൾ, അതായത് ഇവനാണ് എൻസൈം. ഈ എൻസൈമിനെ ഇവിടെ നോക്കുക, ഇത് എൻസൈം, ഒരു ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ഇതിലേക്ക് ആര് കയറി വരും? നമ്മുടെ സൂക്രോസ് കയറി വരും. ഇൻവെർട്ടൈസ് എന്ന് പറയുന്ന എൻസൈമിനെ, സൂക്രോസിനെ സ്വാധീനിക്കുന്ന അവനെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന എൻസൈമിനെ ഇതെങ്ങനെ ഒരു ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, അതിലേക്ക് സൂക്രോസ് മാത്രമേ വരുള്ളൂ. ലോക്ക് ആൻഡ് കീ. ഇനി അടുത്ത പരിപാടി, ഇനി അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ആരായിട്ട് മാറും? ഇവൻ പ്രോഡക്റ്റുകളായി മാറാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ പറയുന്ന ആൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഇവിടെ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ്. ആദ്യം എൻസൈം, പിന്നെ സബ്സ്ട്രേറ്റ്, പിന്നെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്തായിട്ട് മാറി? എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറി. മൂന്നാമത്തെ സ്റ്റെപ്പ് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് എൻസൈമും വീണ്ടും എൻസൈമും പ്രോഡക്റ്റുകളുമായിട്ട് മാറുന്നു. ഇതാണ് എൻസൈമാറ്റിക് റിയാക്ഷൻ്റെ സ്റ്റെപ്പുകൾ. അവരോട് കൊടുക്കുന്നു, 2 സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്, ഇത് ചേഞ്ച് ചെയ്തിട്ട് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് വരും. ഇവിടെ പി കയറി വരും, എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് വരും. ഇനി എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് എന്തായിട്ട് മാറും? എൻസൈം പ്ലസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ഇതാണ് 2 സ്റ്റെപ്പിൽ നമ്മൾ എൻസൈമാറ്റിക് കാറ്റലിസ്റ്റിനെ നമ്മൾ പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ. ഇനി കുറേ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് നമ്മൾ കൊടുക്കണം. ഹേബർ പ്രോസസ്സിൽ ഫൈനലി ഡിവൈഡഡ് അയൺ കാറ്റലിസ്റ്റ്, മോളിബ്ഡനം ആസ് പ്രൊമോട്ടർ. ഓസ്റ്റ്വാൾസ് പ്രോസസ്സിലെ പ്ലാറ്റിനൈസ്ഡ് ആസ്ബസ്റ്റോസ് ആണ് ഉപയോഗിക്കുന്നത്. കോണ്ടാക്ട് പ്രോസസ്സ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡിലെ വനേഡിയം പെൻഡോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കാറ്റലൈസിസ് എന്ന് പറയുന്ന ഭാഗമുള്ളത്. അപ്പോൾ ഇത്രയായിട്ട് നമ്മുടെ 2ാമത്തെ ഭാഗം നമ്മൾ സമാപിപ്പിക്കുന്നു. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്.